ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി കല്യാണം ആലോചിക്കുന്നത് കേട്ടിട്ട് അശ്വിന് ഇങ്ങനെ സന്തോഷം തോന്നുകയാണ് കേട്ടോ. പക്ഷെ അപ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ കുഞ്ഞിന് വേണ്ടിയിട്ടല്ല, കുഞ്ഞിന് ശ്രുതിനെ കണ്ണെടുത്താൽ കണ്ടൂടല്ലോ, നിങ്ങൾ രണ്ട് പേരും എപ്പോഴെപ്പോഴും കണ്ടാൽ കീരിയും പാമ്പും പോലെയല്ലേ, അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവളെ ആലോചിക്കുമോ? ഒരിക്കലും ഇല്ല. മാത്രമല്ല കുഞ്ഞും കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണ് ശ്രുതിനെ ആലോചിച്ചെന്ന് പറയുമ്പോൾ തന്നെ അശ്വിന് അങ്ങോട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. അശ്വിന് ദേഷ്യത്തോട് കൂടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ശ്രുതിനെ ആലോചിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കും അഞ്ജലിക്കും മനസ്സിലാവുന്നുണ്ട് അശ്വിൻ്റെ മനസ്സിൽ ശ്രുതി ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിയുടെ വീട്ടിലുള്ളവരൊക്കെ കൂടിയിട്ട് പൂജയ്ക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ റെഡി ആവണം കേട്ടോ. അപ്പോൾ ശ്രുതിയും അമ്മായിയും പ്രമീളയും പ്രീതിയൊക്കെ കൂടിയിട്ടാണ് പൂജയ്ക്ക് വരുന്നത്. ആ പൂജയ്ക്ക് വരുന്ന സമയത്ത് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ വരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ശ്രുതി വീഴാൻ പോകുന്ന സമയത്ത് വേഗം തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. എനിക്ക് വേഗം തന്നെ ആ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വയ്ക്കുകയാണ്. അത് കാണുമ്പോൾ ഒന്നും അശ്വിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ ഒരു തമ്മിലുള്ള കല്യാണാലോചനകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എനിക്ക് നൈറ്റ് കൂടുതൽ എടുക്കാനായിട്ട് ശ്രുതി ഇങ്ങനെ താങ്ക് യു നന്ദു ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം അശ്വിന് ചെറിയ ഉശുമുണ്ടെന്നുള്ള കാര്യമൊക്കെ ശ്രുതിക്ക് മനസ്സിലാവാണ്. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ശ്രുതിനെയും അശ്വിനെയും വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയും അഞ്ജലിയും അവർ തമ്മിലുള്ള ഒരു ഇഷ്ടമൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ എനിക്ക് പുറത്തേക്ക് പോകേണ്ടി വരികയാണ്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ശ്രുതിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ എനിക്ക് പോകുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം ശ്രുതിനെയും കൂട്ടിയിട്ട് പോകാനായിട്ട്. ഇതേ സമയം അശ്വിൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എനിക്ക് മാത്രം പോയാൽ പോരേന്ന് ചോദിക്കുന്നുണ്ട് അശ്വിൻ. അപ്പോൾ മുത്തശ്ശിയും അഞ്ജലിയും പറയുന്നുണ്ട് അതൊന്നും സാരില്ല, ശ്രുതി കൂടെ പോയിട്ട് വരട്ടെ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും എനിക്കും കൂടെ പുറത്തേക്ക് പോകുന്നത് നോക്കി അശ്വിൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരെയും തിരിച്ച് കാണാനില്ല. അതുകൊണ്ട് തന്നെ അശ്വിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ശ്രുതിയുടെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം ശ്രുതി ഫോൺ കൊണ്ടുപോയിട്ടുണ്ടാവില്ല. അപ്പോൾ അഞ്ജലി ശ്രുതിയുടെ ഫോൺ എടുത്തിട്ടുണ്ടെന്നിട്ട് അശ്വിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കുഞ്ഞാ നീ ഇങ്ങനെ ശ്രുതിയുടെ ഫോണിലേക്ക് ഇങ്ങനെ മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രുതി ഫോൺ കൊണ്ടുപോയിട്ടില്ല, ശ്രുതിയുടെ ഫോൺ വെച്ചിരിക്കുകയാണെന്ന് പറയും. അല്ല ചേച്ചി, ഇത്രയും നേരമായിട്ട് അവരെ കാണുന്നില്ല, അവർക്ക് എന്താ പറ്റിയതാവോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇങ്ങനെ വരും, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നൊക്കെ ചോദിച്ച് അഞ്ജലി അവിടെ നിന്ന് പോകട്ടോ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എന്തായാലും അതൊന്നും ശരിയാവില്ല, ഞാൻ എന്തായാലും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ പോവുകയാണ് കേട്ടോ. അവൻ അന്വേഷിച്ചിട്ട് പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അശ്വിൻ നോക്കിയിട്ട് ഒരു രണ്ടുപേരെ കാണാതാവുമ്പോൾ അശ്വിനാകെ ടെൻഷനാവണം. ഈ സമയത്താണ് ഒരു ആക്സിഡൻറ്റ് നടന്നത് അശ്വിൻ കാണുന്നത്. അതിന് അശ്വിൻ അവിടെ ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അത് ഒരു പെൺകുട്ടിയും ഒരാണും തമ്മിൽ യാത്ര ചെയ്തിരുന്ന വണ്ടി ആക്സിഡൻ്റ് ആയി, പെൺകുട്ടി മരിച്ചു എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ ഒരു ചെരുപ്പിൻ്റെ ഒരു ഭാഗം കൂടി അവിടെ നിന്ന് കിട്ടുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ശ്രുതി തന്നെയാണെന്നത് അശ്വിന് തോന്നുകയാണ്. അങ്ങനെ അശ്വിൻ അങ്ങനെ ആംബുലൻസിൻ്റെ പിന്നിൽ കൂടെ വിളിച്ചു കൂടാണ് കേട്ടോ. ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂടുന്നു. അശ്വിൻ ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആംബുലൻസ് ഇങ്ങനെ വിട്ടുപോകും. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് അശ്വിനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ആംബുലൻസിൻ്റെ പിന്നിൽ കൂടെ പോകാനൊന്നും അശ്വിന് പറ്റിയില്ല. അങ്ങനെ അശ്വിൻ പോകുന്നതിൻ്റെ ഇടയിലാണ് ശ്രുതിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ തന്നെ അശ്വിൻ ഊട്ടിച്ച് നിന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ എന്ത് തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്? നീ ആരോട് ചോദിച്ചിട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെൻ്റെ വണ്ടി കേടായിട്ട് എനിക്ക് ശരിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വണ്ടി കേടായിട്ടാണെന്ന് എനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അശ്വിനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അശ്വിനെ ശ്രുതിനെ വഴക്ക് പറഞ്ഞിട്ടിരിക്കുന്നു. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. കേൾക്കുമ്പോൾ ശ്രുതി ആകെ അങ്ങനെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് അശ്വിനൊരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് ആകെ ഞെട്ടി നിൽക്കുകയാണ്, ശ്രുതി ഞെട്ടി നിൽക്കാണ്ട് ഇത് എന്തെങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതിനെ വിളിച്ചിട്ട് ശ്രുതി പോകാൻ കൂട്ടാക്കുന്നില്ല, ഞാൻ നന്ദുചേട്ടൻ്റെ കൂടെ പോന്നോളാം എന്ന് പറയുമ്പോൾ വേണ്ട, എൻ്റെ കൂടെ പോന്നാൽ മതി, എനിക്ക് വണ്ടി ശരിയാക്കിയിട്ട് വായോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രുതിനെ ഞാൻ കൊണ്ടുപോകുന്ന പറയുമ്പോൾ എനിക്ക് പറയാം ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അത്രയാണ് ഇനി വരാനുള്ള എപ്പിസോഡിലെ ഭാഗം.